ലഹരി അതല്പവും നിഷിദ്ധമാണ്. അത് ഉപയോഗിച്ചാൽ ലഹരി പിടിപെടുന്നില്ലെങ്കിൽ പോലും അത് ലഹരി വസ്തുവാണെങ്കിൽ അത് അല്പമാണെങ്കിലും കൂടുതലാണെങ്കിലും നിഷിദ്ധമാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലഹരിയിലേക്കും മയക്കുമരുന്നിലേക്കും മനുഷ്യനെ നയിക്കുന്നത് അവന്റെ ഭോഗാസക്തിയാണ്. സഹോദരങ്ങളെ, നാം റമളാനിൽ നിന്നാണ് വിമുക്തരായിട്ടുള്ളത്. റമളാൻ എന്ന് പറഞ്ഞാൽ ഭോഗാസക്തിയെ നിയന്ത്രിക്കാനുള്ള ഒരു മാസം കൂടിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശന്നും ലൈംഗിക വികാരങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടും വിശ്വാസി അവന്റെ ദേഹേച്ഛക്കും ഭോഗാസക്തിക്കും കടിഞ്ഞാണിടുകയായിരുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ റമളാന്റെ ചൈതന്യം നമ്മിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ചൈതന്യത്തിൽ നാം മുന്നോട്ട് പോയാൽ ലഹരി അടക്കമുള്ള ഒരു സാമൂഹിക തിന്മയിലും നമ്മൾ അകപ്പെടില്ല എന്ന് മാത്രമല്ല, റമളാനിൽ നാം ആർജിച്ചെടുത്തിട്ടുള്ള ഈ ഊർജം ഉപയോഗിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ, അത്തരം സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തമായിട്ട് അണിചേരാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അണിചേരാൻ നമുക്ക് കഴിയുകയും ചെയ്യേണ്ടതുണ്ട്. ജിഹാദുൻ നഫ്സി വൽ ഹവാ, ഇച്ഛയോടും സ്വാർത്ഥ താല്പര്യങ്ങളോടും മൃഗീയമായ മനുഷ്യന്റെ വികാരങ്ങളോടുമുള്ള ചോദനകളോടും അതുപോലെ തന്നെ പ്രലോഭനങ്ങളോടും എല്ലാമുള്ള സമരമായിരുന്നു റമളാൻ എന്ന് പറയുന്നത്. ലഹരിയോടൊപ്പം തന്നെ നാം ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് കൗമാര യൗവനങ്ങൾ, അവരിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന അക്രമവാസന എന്ന് പറയുന്നത്. അക്രമങ്ങളും കൊലപാതകങ്ങളും നാട്ടിൽ വർദ്ധിക്കുന്നു എന്നത് സഹോദരങ്ങളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ. നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് തന്നെ, ഈ തലസ്ഥാന ജില്ലയിൽ നിന്ന് തന്നെ ഈ റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് വളരെ ഭയാനകമായതല്ലെങ്കിൽ ഭീകരമായ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. ഒരു ചെറുപ്പക്കാരൻ കുടുംബത്തിലെ അടക്കം 5 പേരെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ഒറ്റ ദിവസം. ലഹരി എന്ന ദുരന്തത്തെക്കുറിച്ച് തന്നെയാണ് ഇത്തവണ പെരുന്നാൾ ദിനത്തിൽ ഏറ്റവും കൂടുതൽ സന്ദേശങ്ങളായി മുഴങ്ങി കേൾക്കുന്നത്. അതാണ് VP സുഹൈബ് മൗലവിയും തിരുവനന്തപുരത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.